എവിടെ എന്ത് കുഴപ്പമുണ്ടായാലും അപകടമുണ്ടായാലും നാശനഷ്ടമുണ്ടായാലും പ്രതിക്ഷോഭമുണ്ടായാലും രോഗമുണ്ടായാലും ഇരിക്കപ്പുറതിയില്ലാത്ത ഒരു വിദ്വാനുണ്ട്. അതാണ് മിസ്റ്റർ ദൈവം. ഇവിടെയും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം അതിൻ്റെ കെടുതികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രങ്ങളിലൂടെ വാർത്ത വന്നിരിക്കുന്നു, ഒരു 3ാം ക്ലാസ്സുകാരിയുടെ കുറിപ്പ് വൈറലായിരിക്കുന്നുവെന്ന്. എന്തേ ഇവരെ രക്ഷിക്കാത്ത ദൈവമേ എന്നുള്ള ഒരു ചോദ്യവുമായി ഒരു പേപ്പറിൽ എഴുതിയ കുറേ കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഈ പത്രങ്ങൾ ഈ ഒരു വൈറൽ വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിരീശ്വരവാദികളായിട്ടുള്ള നാസ്തികന്മാരായിട്ടുള്ള ചാർവാകന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ വക പിന്നെയും ഇനിയും വരും. അതായത് ദൈവം എന്തുകൊണ്ട് രക്ഷിച്ചില്ല, ദൈവം എന്തുകൊണ്ട് അവരെ രക്ഷിച്ചില്ല, എന്തുകൊണ്ട് ദൈവം രോഗം വന്നവരെ രക്ഷിച്ചില്ല, രോഗത്തിൽ നിന്ന് സംരക്ഷിച്ചില്ല, എന്തുകൊണ്ട് തെങ്ങിൻ്റെ അടിയിൽ പോയി നിന്നപ്പോൾ തലയിൽ തേങ്ങ വീഴാതെ ദൈവം രക്ഷിച്ചില്ല. ഇങ്ങനെ എന്ത് കാര്യത്തിനും ചീത്ത കേൾക്കേണ്ട ഒരു പാവം ഹതഭാഗ്യനായി മാറിയിരിക്കുന്നു ദൈവത്തിൻ്റെ പണി ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഈ വയനാടിൻ്റെ ഈ ദുരന്തത്തെക്കുറിച്ച് തന്നെ ദൈവം മാധവ് ഗാഡ്ഗിലിൻ്റെ രൂപത്തിൽ വന്ന് പറഞ്ഞിരുന്നുവല്ലോ. പശ്ചിമഘട്ടത്തിൻ്റെ ആ ഒരു പ്രദേശമെല്ലാം വളരെ അപകടാവസ്ഥയിലാണ്. ഈ തരത്തിൽ തുടർന്നു പോയാൽ ഇതിൻ്റെ ദുരിതഫലങ്ങൾ അതിഭീകരമായവ അനുഭവിക്കുകയും നേരിൽ കാണുകയും ചെയ്യേണ്ടത് ഒരു നൂറ്റാണ്ടിന് ശേഷമൊന്നുമല്ല, 3-4 വർഷത്തിന് ഉള്ളിൽ തന്നെ നമുക്കിത് കാണാം, അനുഭവിക്കാമെന്ന് അദ്ദേഹം വലിയ വായിൽ പറഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. ദൈവം മാധവ് ഗാഡ്ഗിലിൻ്റെ രൂപത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ആ ദൈവത്തിനെ എല്ലാവരും ചേർന്ന് കല്ലെറിഞ്ഞു. PT തോമസിനെതിരെ ശവമഞ്ചം പ്രദക്ഷിണം നടത്തി, വലിയൊരു ഹർത്താൽ നടത്തി, ആരെയോ എറിഞ്ഞു കൊന്നു. അന്നൊക്കെ കണ്ട വാർത്തകളാണ്. ദൈവത്തിനെ നിങ്ങൾ കല്ലെറിഞ്ഞു, ദൈവത്തിൻ്റെ ശവമഞ്ചം ഉണ്ടാക്കി. ദൈവം പറഞ്ഞത് കേട്ടില്ല. മലകളെയൊക്കെ നമ്മൾ മലദൈവങ്ങളായി പൂജിച്ചപ്പോൾ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് അവയൊക്കെ നമ്മൾ ഭർഷിച്ചു, തള്ളിക്കളഞ്ഞു, അവയൊക്കെ പരിഹസിച്ചു. വനങ്ങളെയൊക്കെ നമ്മൾ വനദേവതകളായി പൂജിച്ചപ്പോൾ അവയൊക്കെ അന്ധവിശ്വാസമാക്കി അതിനെയെല്ലാം തള്ളിക്കളഞ്ഞു. മരങ്ങളെയൊക്കെ നാം തൊട്ടുതലോടി പൂജിച്ചപ്പോൾ അവയൊക്കെ വെറും അന്ധവിശ്വാസമാക്കി അവയൊക്കെ വെട്ടിയെറിഞ്ഞ് പണം കായ്ക്കുന്ന കുറ്റിച്ചെടികൾ അവിടെ ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിച്ച് പണം വാരി അവിടെ റിസോർട്ടുകൾ പണിഞ്ഞു, അവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി. എന്താ സംഭവിച്ചത്? പ്രകൃതിയോട് കളിച്ചാൽ പ്രകൃതി വെറുതെ ഇരിക്കില്ല. ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ ഒരു ജീവൻ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലാണ്. പ്രകൃതിയെ നശിപ്പിക്കുവാൻ മനുഷ്യർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്, പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട്. എല്ലാം എനിക്ക് മാത്രം, എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ പണത്തിന് വേണ്ടി ഞാൻ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യും, ഞാൻ മാക്സിമം ഉപയോഗിക്കും. എനിക്ക് മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല, എൻ്റെ മക്കളെയും എന്നെയും മാത്രം നോക്കിയാൽ മതി. ചിലർക്ക് എന്നെ മാത്രമേ നോക്കിയാൽ മതി. നാളെ വരുന്നവയെക്കുറിച്ചോ നാളെ ഈ ലോകത്തെക്കുറിച്ചോ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന പറവകളെയോ മനുഷ്യരെയോ മൃഗങ്ങളെയോ ഒന്നിനെയും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. എനിക്കെൻ്റെ സുഖം, എനിക്കെൻ്റെ പണം, ഇത് മാത്രം ചിന്തിച്ച് പ്രകൃതിയെ നശിപ്പിക്കുവാൻ, ചൂഷണം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ പ്രകൃതി വെറുതെ ഇരിക്കും, പ്രകൃതി തിരിച്ചടിക്കും. പ്രകൃതിയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ന് മനുഷ്യനാണ്. ആ മനുഷ്യനെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ പ്രകൃതി പരിശ്രമിക്കും, അതിൽ വിജയം നേടുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞെ 3ാം വയസ്സുകാരി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം വയസ്സുകാരി, നിൻ്റെ കുഞ്ഞിക്കണ്ണുകൾ വളർന്നു വരുമ്പോൾ ഇനിയും ഇതിലും ഭീകരമായ ദുരന്തങ്ങൾ കാണുവാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത വർഷമുണ്ടാവും. 24 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ 25ാമത്തെ മണിക്കൂറിൽ ഇതേപോലെയുള്ള വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും, മല ഇടിഞ്ഞു വീഴും. പിന്നെ ഒന്നുണ്ട്, നിൻ്റെ വീട്ടുകാരോട് പറയുക, നിൻ്റെ വീട്ടിനുള്ളിൽ ഉണ്ടാകുന്ന യാതൊരു മാലിന്യവും പുറത്തേക്ക് എറിയരുതെന്ന്. പക്ഷേ ഇന്ന് എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് എറിയുന്നു.
ജൈവമാലിന്യങ്ങൾ മാത്രമല്ല, മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും അതൊക്കെ പുറത്തേക്ക് എറിയുന്നു. ജലത്തെ ദേവതയായി ദൈവമായി പൂജിച്ചവരായിരുന്നു കുഞ്ഞെ നമ്മൾ. പക്ഷേ ആ ജലത്തെ നശിപ്പിക്കുന്നവരായി, ഇല്ലാതാക്കുന്നവരായി, മാലിന്യപ്പെടുത്തുന്നവരായി നമ്മൾ മാറിയപ്പോൾ ശിക്ഷയായി കൊതുകുകളെത്തി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്ന ഭീകരജന്തു കൊതുവാണ്. എല്ലാ തരത്തിലുള്ള ചിക്കൻ ഗുനിയായാലും നീബയായാലും എന്തായാലും കൊതുകും മറ്റു ജന്തുക്കളും നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. നോക്കൂ, പ്രകൃതി നമ്മൾക്കെതിരെ ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞെ, ദൈവം പറയുന്നത് കേൾക്കുക, ദൈവം പറയുന്നത് കാണുക, ദൈവം കാണിച്ചു തരുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വയനാട്ടിൽ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ മേൽ കാണിക്കുന്ന കരുണയുടെ ആ ഉത്സാഹത്തിൻ്റെ 1000-1 കാണിച്ചാൽ മതി. നിങ്ങൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി, ഈ അനധികൃതമായ ചൂഷണത്തിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി, നാളേക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കാണിക്കുന്ന ഈ ഉത്സാഹത്തിൻ്റെ, കരുണയുടെ, ദയയുടെ 1000-1 ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു കൊണിശം കാണിച്ചാൽ മതി. ഈ പ്രശ്നങ്ങളൊക്കെ മാറും. മാധവ് ഗാഡ്ഗിൽ എന്ന ദൈവത്തിനെ മറന്നുപോയതിൻ്റെ, തള്ളിപ്പറഞ്ഞതിൻ്റെ, അതേപോലെ ഒരു മിണ്ടാപ്രാണിയോട് ചെയ്ത ക്രൂരത, വായിൽ പടക്കം വെച്ച് പൊട്ടിച്ച ആ ആന പുഴുവരിച്ച് വെള്ളത്തിൽ നിന്നും മരിച്ചു വീണപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ കൊച്ചു കുഞ്ഞ്, ഗർഭിണിയായിരുന്നു ആന. അതിൻ്റെ ശാപം വെറുതെയൊന്നും വിടില്ല, നമ്മളെ ആരെയും വിടില്ല. ഇനിയും 25ാമത്തെ മഴ മണിക്കൂറിൽ ഇതേപോലെയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകും. 100 കണക്കിന് 1000 ആൾക്കാർ മരിച്ചു വീഴും. കൊതുകുകൾ, മറ്റ് വൈറസുകൾ, അവയൊക്കെ നമ്മൾ മാലിന്യപ്പെടുത്തിയ വെള്ളത്തിലൂടെയും, നമ്മൾ മാലിന്യപ്പെടുത്തിയ വായുവിലൂടെയും, നമ്മൾ മാലിന്യപ്പെടുത്തിയ മണ്ണിലൂടെയും ഒക്കെ നമുക്ക് നേരെ 1000 കരാള ദംഷ്ട്രകളുമായി കൊത്തിത്തിന്നുവാൻ, വിഴുങ്ങുവാൻ വേണ്ടി വരും. പിടഞ്ഞു മരിക്കാനാണ് നമ്മളുടെയൊക്കെ വിധി. കാരണം നമ്മളുടെ വിധിയാണ്, നമ്മളൊഴുക്കിയ നമ്മളുടെ വിധി. അപ്പം ദൈവത്തിനെ കുറ്റം പറയാതെ കണ്ണു തുറന്ന് കാണൂ കുഞ്ഞെ, ദൈവത്തിനെ, കരയുന്ന ദൈവത്തിനെ.